ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു കളറും ചേർക്കാതെ നല്ല കളറുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ, അതും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ. ഈ കളറൊന്നും ആർട്ടിഫിഷ്യൽ കളറല്ല, ഓക്കെ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ നമുക്ക് അതുള്ള കളറാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പേർക്കാകുമ്പോൾ 2-3 നാരങ്ങ എടുക്കുക കേട്ടോ. അതിൻ്റെ കുരു നന്നായി കളഞ്ഞ ശേഷം അതിൻ്റെ നീര് മാത്രം എടുത്ത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വീട്ടിലുള്ളവർ വീണ്ടും വേണം എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കി നേരത്തെ വെക്കുക, ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഐസ് വാട്ടർ വേണമെങ്കിൽ ഐസ് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ വേണമെങ്കിൽ നോർമൽ വാട്ടർ, ഏതാണെന്ന് നമുക്ക്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് ഐസ് വാട്ടർ നമുക്ക് ചേർക്കാം. അപ്പോൾ ഐസ് വാട്ടർ ആവശ്യത്തിന് നമ്മൾ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.25 ഗ്ലാസോളം വെള്ളം ചേർക്കേണ്ടത്, കാരണം ഐസ് ക്യൂബും കൂടി ഇടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും, അതുകൊണ്ടാണ്. അപ്പോൾ അതേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഏലക്ക ഇട്ട് കൊടുക്കേണ്ട. ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇഞ്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഏലക്ക മാത്രം ഇട്ട് കൊടുത്തത്. ശേഷം നമ്മൾ ഒരു 3 ഇഞ്ച് നീളമുള്ള ക്യാരറ്റ് തോല് കളഞ്ഞ ശേഷം നന്നായി കഴുകിയിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റാണ് ഇതിൽ കളറ് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നിങ്ങൾ പറയും ക്യാരറ്റിൻ്റെ സ്മെല്ല് വരില്ലെന്ന്. ക്യാരറ്റിൻ്റെ സ്മെല്ല് വരില്ല, ഏലക്ക ചേർക്കുന്നതുകൊണ്ട് ഏലക്കയുടെ നാരങ്ങയുടെ സ്മെല്ലായിരിക്കും വരും അതിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്ക ഒരെണ്ണം ഞാൻ ചേർത്തിട്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര മധുരം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചുള്ള മധുരം ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഐസ് ക്യൂബ് ഞാനൊരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ക്യാരറ്റ് നന്നായിട്ട് അതിൽ മിക്സ് ആവണം, എന്നാലേ നമുക്ക് ഈ ഒരു കളർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കളറ് ഫെയ്ഡായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ സംഭവം നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മൊത്തത്തിലൊന്ന് അരിച്ച് എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നാരങ്ങാ വെള്ളം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുമ്പോൾ കൊടുക്കാൻ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇതുപോലെ തന്നെ അരിഞ്ഞ് നമുക്ക് മിക്സാക്കി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുത്താലും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ സംഭവം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഇടുമ്പോഴാണ് ആ ഒരു ഭംഗി വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രിങ്കിന്. അല്ലെങ്കിൽ വെറും വെള്ളം എന്തോപോലെ ഉണ്ടാവും. അപ്പോൾ കസ്കസ് ഇടുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി കിട്ടുക. അതിനുശേഷം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഐസ് ക്യൂബ് 1-2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും. അതിനനുസരിച്ചുള്ള മധുരം നമ്മൾ ചേർത്തിരിക്കണം, എന്നാലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചൂടത്ത് നോക്കി ശരീരം തണുപ്പിക്കാനായിട്ട് അടിപൊളി നാരങ്ങ വെള്ളം, ഇതിലൊരു കളറും ചേർക്കാതെ തന്നെ നല്ല കളറായിട്ടുള്ള നാരങ്ങ വെള്ളം വീട്ടിലുണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ നാരങ്ങയുടെ ഫ്ലേവർ നമുക്ക് അധികം വരില്ല, ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ വരില്ല. നമുക്കൊരു അടിപൊളി ഡ്രിങ്ക്, നല്ല ഡ്രിങ്കാണ്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ചെയ്ത് നോക്കും, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കിയ ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ നേരത്തെ ഒരു തവണ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളപ്പോൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.